സിറിയ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ ഭരണാധികാരി അബു മുഹമ്മദ് അൽ ജുലാനി. ഇസ്രായേലുമായും ഒരു രാജ്യവുമായും തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് മാധ്യമമായ ദി ടൈംസിനു നൽകിയ അഭിമുഖത്തിലാണ് ജുലാനി നിലപാട് വ്യക്തമാക്കിയത്. 1947 ഇസ്രായേൽ സിറിയ കരാറിലെ ധാരണകളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. UN ദൗത്യസംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇസ്രായേലായാലും മറ്റേത് രാജ്യമായാലും ആരുമായും സംഘട്ടനം ആഗ്രഹിക്കുന്നില്ല. സിറിയയെ ആക്രമണത്തിനുള്ള താവളമാക്കാനും അനുവദിക്കില്ല. ഇങ്ങനെയായിരുന്നു ജുലാനിയുടെ വാക്കുകൾ. സിറിയൻ ജനത ഒരു ഇടവേള ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്ത് ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ച് പഴയ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ പിന്മാറണം. അസദ് ഭരണത്തിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അൽ ഖായിദയുമായി ബന്ധമുണ്ടായിരുന്ന വിമത സംഘം ഹൈഹത്തു തെഹരീർ ഷാം അഥവാ HTS സിറിയയുടെ അധികാരം പിടിച്ചതിൽ ക്രിസ്ത്യാനികളും ദുറൂസികളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളോടും ജുലാനി പ്രതികരിച്ചു. ന്യൂനപക്ഷ നേതാക്കളുമായി തങ്ങൾ കൂടിക്കാഴ്ച നടത്തി, ആശങ്കകൾ ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. കരങ്ങളിൽ രക്തക്കറയുള്ളവരും അസദ് ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ പങ്കാളികളായവരും ഒഴികെയുള്ള എല്ലാവർക്കും പൊതുമാപ്പ് നൽകുമെന്നും ജുലാനി വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നടത്തും മുമ്പ് രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിലും സുസ്ഥിരത കൊണ്ടുവരുന്നതിലുമാണ് തന്റെ പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും പുറത്താണുള്ളത്. അവരിൽ പലർക്കും കൃത്യമായ രേഖകളൊന്നുമില്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം അവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്നും ജുലാനി പറഞ്ഞു. ഭരണമാറ്റകാലത്തേക്കുള്ള പദ്ധതികളും സിറിയൻ ഭരണഘടനയും തയ്യാറാക്കാൻ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനു ദീർഘകാലം എടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാമിക നിയമം നടപ്പാക്കുമെന്ന പ്രചാരണങ്ങൾ തള്ളുകയും ചെയ്തു. ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലൊന്നും ഭരണകൂടം ഇടപെടില്ലെന്നും ജുലാനി വ്യക്തമാക്കി. സ്വാഭാവിക സിറിയയായിരിക്കും വരാൻ പോകുന്നത്. അതേസമയം ആചാരങ്ങളെ കൂടി കണക്കിലെടുത്താകും മുന്നോട്ടു പോകുകയെന്നും അബു മുഹമ്മദ് അൽ ജുലാനി കൂട്ടിച്ചേർത്തു. വിമത സംഘമായ HTS കഴിഞ്ഞ നവംബർ 27 ഇദ്ലിബിൽ നിന്നും ആരംഭിച്ച സായുധ നീക്കത്തിനൊടുവിലാണ് ബഷാറുൽ അസദിന് രാജ്യം വിട്ടോടേണ്ടി വന്നത്. സായുധ നീക്കത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ അസദ് കുടുംബസമേതം റഷ്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് കീഴടക്കിയ വിമത സംഘം രാജ്യഭരണവും കൈക്കലാക്കി. അരനൂറ്റാണ്ടു നീണ്ട അസദ് കുടുംബവാഴ്ചക്കാണ് സിറിയയിൽ അന്ത്യമായിരിക്കുന്നത്. 1971 സൈനിക അട്ടിമറിയിലൂടെയാണ് ബഷാറിന്റെ പിതാവ് ഹാഫിസ് അൽ അസദ് അധികാരം പിടിച്ചത്. 2000 മരണം വരെ അദ്ദേഹം സിറിയ ഭരിച്ചു. പിന്നാലെ ബഷാറുൽ അസദ് അധികാരമേറ്റു. 2 പതിറ്റാണ്ടിലേറെ കാലം നീണ്ട ഭരണത്തിൽ 2011 ജനകീയ പ്രക്ഷോഭത്തെയും അതിജീവിക്കാൻ അദ്ദേഹത്തിനായി. സഹോദരൻ ബാസിൽ അൽ അസദാണ് പിതാവിന്റെ പിൻഗാമിയാകേണ്ടിയിരുന്നത്. എന്നാൽ 1994 ഒരു കാർ അപകടത്തിൽ ബാസിൽ മരിച്ചതോടെയാണ് സിറിയൻ ഭരണത്തിലേക്കുള്ള നിയോഗം ബഷാറിലെത്തിയത്.